നേരിടുന്ന സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് അറുതി വരുത്താൻ UDF ഒരുക്കിയിരിക്കുന്നത് സമഗ്ര ബദൽ വികസന രേഖ. ഭരണം മാറിയാൽ എല്ലാം ശരിയാകുമെന്ന കേവല വാഗ്ദാനത്തിനപ്പുറം ശാസ്ത്രീയമായ സാമ്പത്തിക പുനർക്രമീകരണത്തിലൂടെ സംസ്ഥാനത്തെ പുനരുജ്ജീവിപ്പിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഇതിനായി 5 കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നികുതി വർധനവും വിലക്കയറ്റവും മൂലം പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് ആശ്വാസം നൽകാനും തകർന്നുപോയ സാമ്പത്തിക അടിത്തറ പുനർനിർമ്മിക്കാനുമാണ് കർമ്മ പദ്ധതി ഊന്നൽ നൽകുന്നത്. സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത 6 ലക്ഷം കോടി രൂപ കടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. UDFന്റെ പ്രധാന 5 നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? 1. തൊഴിലില്ലായ്മ പരിഹരിക്കും. തൊഴിൽ തേടി മറ്റു രാജ്യങ്ങളിലേക്കുള്ള യുവജനങ്ങളുടെ കുടിയേറ്റം തടയാനും IT, ടൂറിസം മേഖലകളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള പ്രത്യേക കർമ്മ പദ്ധതി. തിരിച്ചുവരുന്ന പ്രവാസികൾക്കായി പ്രത്യേക വ്യവസായ പാർക്കുകളും കുറഞ്ഞ പലിശയ്ക്ക് വായ്പകളും ലഭ്യമാക്കും. 2. ക്ഷേമ പദ്ധതികളുടെ ശാക്തീകരണം. ആശ്രയ 2ാം ഘട്ടം വഴി ദാരിദ്ര്യ നിർമ്മാർജ്ജനവും അർഹരായവർക്ക് 5 വർഷത്തിനുള്ളിൽ 5 ലക്ഷം വീടുകളും ഉറപ്പാക്കുന്നു. മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിനായി പ്രത്യേക ഫണ്ട് രൂപീകരിക്കും. അനാവശ്യ ആഡംബര ചെലവുകളും കോടിക്കണക്കിന് രൂപയുടെ പരസ്യധൂർത്തും ഒഴിവാക്കി ആ തുക പാവപ്പെട്ടവരുടെ പെൻഷനായി മാറ്റുന്ന സാമൂഹിക സുരക്ഷാ ഉറപ്പ് UDF ബദലിന്റെ കാതലാണ്. 3. കാർഷിക മേഖലയുടെ പുനരുദ്ധാരണം. നെൽകർഷകരുടെ കുടിശ്ശിക തീർപ്പാക്കാനും വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കാനും പ്രത്യേക പാക്കേജ്. റബ്ബറിന് 250 രൂപ തറവില ഉറപ്പാക്കും. കാർഷിക മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ റബ്ബർ ബോർഡുമായി ചേർന്ന് സബ്സിഡി പദ്ധതികൾ പുനരാരംഭിക്കും. 4. സുതാര്യമായ ഭരണം. വ്യവസായങ്ങൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് ഉദ്യോഗസ്ഥ ദുർവിനിയോഗം അവസാനിപ്പിക്കാനും ഓൺലൈൻ വഴിയുള്ള ജനകീയ പരാതി പരിഹാര സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനുമുള്ള നടപടികൾ. നിക്ഷേപകർക്ക് 15 ദിവസത്തിനകം അനുമതി നൽകുന്ന നിയമപരമായ ഉറപ്പ്. നോക്കുകൂലി പൂർണ്ണമായും ഒഴിവാക്കും. 5. സാമ്പത്തിക അച്ചടക്കം. അനാവശ്യ ചെലവുകൾ വെട്ടിക്കുറച്ച് കിഫ്ബി പോലുള്ള സമാന്തര ധനസമാഹരണ മാർഗങ്ങളിലെ സുതാര്യത ഉറപ്പാക്കും. സാധാരണക്കാരായ കുടുംബങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണമെത്തിച്ച് വിപണിയിലെ മരവിപ്പ് മാറ്റും. കോൺഗ്രസിന്റെ നായ് പദ്ധതിയുടെ കേരള പതിപ്പ് നടപ്പിലാക്കുന്നതിലൂടെ ഉപഭോഗം വർദ്ധിപ്പിക്കുകയും അതുവഴി GST വരുമാനം ഉയർത്തുകയും ചെയ്യും. UDFന്റെ ഈ ബദൽ വികസന മാതൃക കേവലം തിരഞ്ഞെടുപ്പ് വാഗ്ദാനമല്ലെന്നും മറിച്ച് കേരളത്തിന്റെ നിലനിൽപ്പിനായുള്ള ആക്ഷൻ പ്ലാനാണെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത്. ധൂർത്തും അഴിമതിയും വഴി ഖജനാവ് ശൂന്യമായ നിലവിലെ സാഹചര്യത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ പ്രായോഗികമായ ഇത്തരം പദ്ധതികൾക്ക് സാധിക്കുമെന്നും കോൺഗ്രസ് ഉറപ്പു നൽകുന്നു. Like, share, subscribe.